മക്കളെ. അയ്യോടാ, നിനക്കുള്ള നല്ല എളുപ്പമാണല്ലോ. പുതിയ പണി സ്വാഗതം. നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോണേ. ഹലോ, ഇന്ന് നമ്മുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ വിഷു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ചപ്പാത്തി പരത്താൻ, പിന്നെ ഉച്ചക്കത്തേക്ക് ഒന്ന് മീൻ പൊരിക്കാനുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് റെഡി ആക്കണം. വിഷുവിന് ബോൾസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വിഷു പരത്തി തന്ന് ഹെൽപ്പ് ചെയ്ത് തരും. ഞാൻ ബോൾസ് ആക്കി തരാം. അപ്പൊ വിഷുവിന് ബോൾസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വിഷു പെട്ടെന്ന് റെഡി ആക്കി തരാം. അതിനിടയ്ക്ക് ഞാൻ ഫിഷ് റെഡിയാക്കാം. വിഷു കറക്റ്റ് ആയിട്ട് വരുത്തണേ. ബെസ്റ്റ്. ഇന്ന് ചപ്പാത്തി എന്തോന്നാവുമെന്നോ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വന്നേക്കാണ് കേട്ടാ. ദച്ചുനെ കണ്ടായിരുന്നോ? ദച്ചുന് അവിടെ ഒരു പണിയും ഇല്ല. ദച്ചു എന്താണ് ചെയ്യണേന്ന് കണ്ടാ? തിന്നോണ്ടിരിക്കാൻ സമയമുള്ളൂ, ഒരു ജോലിയും ചെയ്യാൻ സമയം. ഇതെന്തോന്നാടാ ഉണ്ടാക്കണേ? ഇതിപ്പോ എനിക്ക് ഇരട്ടി പാടാവൂന്നാണ് തോന്നണേ. എനിക്ക് ചപ്പാത്തി വേറെ ഷേപ്പിലായി പോയാ. ഇത് നല്ല പാടാണെന്ന് ഇപ്പൊ മനസ്സിലായ? ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ നല്ല പാടാണ്. അവിടെ ടേബിളിൽ അപ്പൊ നമുക്ക് ആ ടൈം കൊണ്ട് നമുക്ക് വന്നിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാവേ. ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോണെ. കുടൽ ചപ്പാത്തി അല്ല, സ്ക്വയർ ചപ്പാത്തി. ഏതെങ്കിലും ഒരു ചപ്പാത്തിയുടെ വിഷു എന്തോ സ്ക്വയർ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി. ഇവിടെ കാശ്മീരി ചില്ലി, അതുകൊണ്ട് വലിയ എരിയില്ല. നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടേക്കാവേ. പിന്നെ വന്നിട്ട് കുരുമുളക് പൊടി, ബെസ്റ്റ്. ഇതല്ലോ ഞാൻ പറഞ്ഞ സ്ക്വയർ കുഞ്ഞി ചപ്പാത്തി ആയിരുന്നു. പക്ഷെ ഇത് എവിടെ വെക്കട്ടാ? അടുത്ത ഞാൻ സർക്കിളാണ്. വിഷുവിന് ഓരോ ഷെയ്ഡ്സ് ആയിട്ട് ഉണ്ടാക്കി പഠിക്കുന്നത്. വിഷുവിന് വന്നിട്ട് മാത്സ് ആണ് എക്സാം മൺഡേ. അപ്പോൾ എനിക്ക് തോന്നണം അതുകൊണ്ടാണ് വിഷുവിന് ഓരോ ഷെയ്ഡ്സിൽ ചപ്പാത്തി ഉണ്ടാക്കണേന്നാണ് തോന്നുന്നത്. ഇന്ന് മിക്കവാറും ആർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അത് അത്രയും നല്ല സൂപ്പറായിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നാലും വിഷുവിന് ഹെൽപ്പ് ചെയ്യാൻ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. വെച്ചു വലിയ സർക്കിളിലാണ് ഉണ്ടാക്കി. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പൊ വിഷു ഉണ്ടാക്കി അതൊരു ശരിയായിട്ടുണ്ട്. പതിയവാ, ചിലപ്പോ ഹാഫ് വെച്ച് കട്ടായി പോകും. അപ്പൊ നമുക്ക് ഇവിടെ ഫിഷ് ഗ്യാസ് എത്തിക്കാം. ഒരു ചപ്പാത്തി നമ്മുടെ തവ ചൂടാവട്ടെ. അപ്പൊ വിഷു അത് നേരെ ഉണ്ടാക്കും. മാറി ഞാൻ ഉണ്ടാക്കി തരാം. അയ്യോടാ, നിനക്കുള്ള നല്ല എളുപ്പമാണല്ലോ. എന്റെ ദൈവമേ, ഞാൻ അതിനുണ്ടാക്കിയതിനെ കൂടെ അവൻ നാശാക്കി. ഇനി ഒന്നേന്ന് ഉണ്ടാക്കണ്ട. ഞാനെല്ലാം ഉണ്ടാക്കാൻ സഹായിക്കാവുന്നത് അല്ല, ഞാൻ അമ്മയല്ല. ഒരു ചപ്പാത്തി ഉണ്ടാക്കണം. ഇത് മാത്രമേ സർക്കിളായിരുന്നു. ബാക്കിയെല്ലാം സ്ക്വയർ
സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ അങ്ങനെയുള്ള. അപ്പോൾ നമ്മുടെ ഫിഷ് എണ്ണയിലിട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് ചോറും മീൻകറിയും അവിയലും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഫിഷിൻ്റെ അച്ഛൻ ഉച്ചയ്ക്ക് വരുന്നു, ചോറ് കൊണ്ടുപോയില്ല ഓഫീസിൽ, ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതിന് മുന്നേ ഇതെല്ലാം റെഡിയാക്കണം. അപ്പോൾ രാവിലെ നമുക്ക് പൂരിയായിരുന്നു, ബാക്കി വന്ന മാവലാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്നു. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു. എന്തൊക്കെ കാട്ടി ചപ്പാത്തി കരിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇളക്കി പെട്ടെന്നായതുകൊണ്ട് ഒന്നും പിടിക്കാനായിട്ട് വെച്ചില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയല്ലോ. നൂറ്റിക്ക് വരുമ്പോഴേക്ക് ചോറ് കൊടുക്കണം, പിന്നെതോ ദശുവിന് എന്തോ വിശക്കണം. അതിന് മുന്നേ ഈ ചപ്പാത്തിക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് നല്ല 8ന്റെ പണിയാണ് കിട്ടാൻ പോണെന്നാണ് തോന്നുന്നത്. ചപ്പാത്തി വിഷു ഒരു പരുവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ തന്നെ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് TV കാണാനായിട്ട് എണീറ്റ് പോയി. ഇതാണ് വിഷുവിന് ഉണ്ടാക്കിയ ചപ്പാത്തി കേട്ടോ. അതിന് ഞാനൊന്നും കൂടെ റെഡിയാക്കി എടുക്കാം. ചപ്പാത്തി പാത്രത്തിലോട്ട് മാറ്റാം. മീൻ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. മീൻ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അമ്മയ്ക്ക് മിക്കൂടെ ഒരു പാട്ട് വേണം. ചവടപ്പന്നെ വീട് കളിക്കാമോ കഴിക്കണം. കൂട് കളിക്കാമോ? ദച്ചുവിന്റെ കുഞ്ഞിലത്തെ ഉടുപ്പാണ്. ദച്ചു ഈ ഡ്രസ്സ് ഇടത്തേ ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം, ദച്ചുവിന് 1.5 വയസ്സുള്ളപ്പോൾ വാങ്ങിയതാണ്. അന്നിച്ചി കൂടെ വലിപ്പം ഉണ്ടായിരുന്നു, ഇറക്കം ഉണ്ടായിരുന്നു. ദച്ചു അത് ഇടത്തേ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ലഡുവിന്റെ കളർ പോലെ ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ദച്ചുവിന് വിച്ചുവിന് നമുക്ക് കൊടുക്കാം. ദച്ചുവിന് ഒരു കുഞ്ഞു കുട്ടി ചപ്പാത്തി, വലിയൊരു നീ അല്ലേ ഈ ആകൃതിയിൽ ഉണ്ടാക്കിയത്. അപ്പൊ നീ എന്നാ റെഫ്രിജറേറ്റർ ഇതെടുക്ക്, മീനെടുക്ക്, സ്പൂൺ എടുക്ക്. ആ ചൂടാണ് ചൂടാണ്. അമ്മ പോയി സ്പൂൺ എടുത്തിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബൈ. അപ്പം നമ്മളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം